തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടിയതിനെ തുടർന്ന് LDFിന്റെ വൻ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. വടിവാളും പൊക്കിപ്പിടിച്ച് ജനങ്ങളെയും UDF നേതാക്കളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രകോപനപരമായ സന്ദേശങ്ങളും പോസ്റ്റുകളും ഇടുന്നു. അങ്ങനെ അവരുടെ നീരസം തീരുന്നതുവരെ ജനദ്രോഹപരമായ കാര്യങ്ങളാണ് CPM പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും UDF കാറ്റാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീശിയത്. അതുകൊണ്ട് അവരുടെ ദേഷ്യം തീരും വരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ഈ അക്രമകാരികൾക്കെതിരെ ഒരു നടപടിയെടുക്കാനോ നമ്മുടെ മുഖ്യനോ മറ്റു മന്ത്രിമാരോ തയ്യാറായില്ല എന്നുള്ളത് സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ പ്രകോപനപരമായ സന്ദേശങ്ങളും കമന്റുകളും പോസ്റ്റുകളും അയച്ചവർക്ക് പൂട്ടുവീഴാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സൈബർ പോർവിളികളിൽ ഒടുവിൽ പോലീസ് ഇടപെടുന്നു. CPM പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ റെഡ് ആർമി കണ്ണൂരിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ഭാഗമായുള്ള കമന്റുകളിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പോർവിളി സംഘർഷം സൃഷ്ടിക്കുമെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. റെഡ് ആർമി കണ്ണൂരിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നാടൻ ബോംബ് എറിഞ്ഞു പൊട്ടിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ കണ്ണായ പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു റീല് പോസ്റ്റ് ചെയ്തത്. എന്നാൽ ബോംബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും വൈറലായിട്ടും പോലീസ് കണ്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇടതിന്റെ അക്രമ രാഷ്ട്രീയത്തിന് അവർ എന്തൊക്കെ ആക്രമണങ്ങൾ പൊക്കിവിട്ടാലും അതിനൊക്കെ കുടപിടിക്കുന്ന പോലീസ് സേനയാണ് കേരളത്തിൻ്റെതെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യന്റെ കളിപ്പാവകളായ പോലീസ് പട എന്ത് ചെയ്യാനാണ്? മുഖ്യൻ പറയുന്നത് പോലെയല്ലേ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒടുക്കം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതും ഈ വീഡിയോ വൈറലായി 2 ആഴ്ചയ്ക്ക് ശേഷമാണെന്ന് ഓർക്കണം. ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരം കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തു എന്നാരോപിച്ചാണ് ഇപ്പോൾ CPM പ്രവർത്തകർക്ക് നേരെ കേസെടുത്തിരിക്കുന്നത്. പ്രകോപനപരമായ കമന്റുകൾ ഇട്ടവരെ കണ്ടെത്തിയാകും പ്രതി ചേർക്കുക. ഇതിനായി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാടൻ ബോംബ് ഉപയോഗിക്കുന്ന വീഡിയോ അടങ്ങിയ റീലിട്ട് ഭീഷണി മുഴക്കുന്ന പോസ്റ്റിനു താഴെ CPM പ്രവർത്തകർ പോർവിളി നടത്തുന്ന കമന്റുകൾ പ്രകോപനപരവും സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനും കലാപം സൃഷ്ടിക്കാനുമുള്ള മനഃപൂർവ്വമായ ആഹ്വാനമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കേസെന്ന് FIRൽ പറയുന്നു.